മകനെ ആദിത്യരാജ എന്തുകൊണ്ട്? ആ നിന്റെ നിപ്പും നടപ്പൊക്കെ കണ്ടു കഴിഞ്ഞാൽ വളരെ പാവമാണെന്ന് തോന്നുന്നു. ഡീസന്റ് കുഞ്ഞല്ലേ. സാമി എന്തുണ്ട് വേറെ വിശേഷം? നാളെ അച്ഛൻ വരും. അച്ഛൻ സിംഗപ്പൂരാണ് കേട്ടോ. 3 മാസം കൂടുമ്പോ വരും അല്ലേ? നീ വിളിപ്പിക്കുന്നതായിരിക്കും അല്ലേ? ഞാൻ വിളിപ്പിക്കുന്നേ. അപ്പൊ അച്ഛന്റെ അടുത്ത് പറയൂ ഈ കാര്യങ്ങളൊക്കെ. പറയും. ഏത് ഈ കാര്യങ്ങളൊക്കെ? ഏത് കാര്യം? ഇപ്പോൾ നടന്ന കാര്യങ്ങൾ. എന്താ ഇപ്പോൾ നടന്നത്? നേരത്തെ ഒന്നും പറഞ്ഞില്ലേ? ഏത്? ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. കേട്ടോണ്ടിരിക്കുന്ന ആരെങ്കിലും കേട്ടോ? ആർജിതൊന്ന് പറഞ്ഞില്ലേ? ആ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു അച്ഛൻ്റെ അടുത്ത്. ആർജിത ഇന്ന് ഇവിടെ ലൈവ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ കുറ്റം പറഞ്ഞോണ്ടിരിക്കുക. മക്കളെ നീ പറഞ്ഞില്ലേ ആർജിത കൊല്ലംകാരെ പറ്റി മോശമായിട്ട് പറഞ്ഞു? പോയിന്റ് നമ്പർ 1 ഇശലിനോട് പോയിന്റ് നമ്പർ 2 ഇശലിനോട് മിണ്ടരുത്. ബാക്കി പെണ്ണുങ്ങളുടെ അടുത്ത് നിന്ന് മിണ്ടരുത്. എന്റെ അടുത്ത് മാത്രമേ മിണ്ടാവൂ എന്ന് പറഞ്ഞു. പെണ്ണുങ്ങളുടെ അടുത്ത് മിണ്ടല്ലേന്ന് പറഞ്ഞില്ല, ഇശലിന്റെ അടുത്ത് മിണ്ടല്ലേന്ന് പറഞ്ഞു. ഈശ അത് പെണ്ണല്ലേ? അപ്പം അങ്ങനെ ജനറലായിട്ട് പറഞ്ഞെന്ന് സൂചന പണിയോടൊക്കെ മാത്രമേ ഉള്ളത്. പിന്നെന്തായിരുന്നു പറഞ്ഞത്? പിന്നെ വേറൊന്നും പറഞ്ഞില്ല അവള്. അവള് പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ലെന്ന് പറഞ്ഞു. പിന്നെ അമ്മേക്കിന്റെ അടുത്ത് പോവരുത് നീ പറഞ്ഞു. ഞാനെപ്പോഴാ പറഞ്ഞു? നീ പറഞ്ഞു അമേഘിനോട് മിണ്ടെന്ന് നിനക്ക് ഇഷ്ടമല്ല. ഞാൻ പറഞ്ഞില്ല. അവള് പറഞ്ഞു അത് സത്യം. എന്താ പറഞ്ഞേ? ഞാൻ ജസ്റ്റ് ഒന്ന് അമ്മേന്റെ അടുത്ത് പോകുമ്പോഴത്തേക്ക് ഇവൻ എന്റെ അടുത്ത് പിണങ്ങും. അത് സത്യം. ഞാൻ പിണങ്ങത്തില്ല. എനിക്കെന്താ പിണങ്ങുന്നേ? ഇതിപ്പോ ആരെയും ഞാൻ വിശ്വസിക്കണം? എന്നെ. അതെങ്ങനെ? അല്ല അത് ഇത് വെച്ച് നീ ഈ കൊച്ചിനെ ഇട്ടിട്ട് പോയോ ഇരുട്ടത്ത്? അല്ല അത് കരണ്ട് പോയി. അപ്പോഴത്തേക്കും ഞാൻ അമ്മച്ചിയെ വിളിച്ചോണ്ട് ഓടി. അമ്മച്ചിയോ? നീ അവിടെ നിന്നിട്ട് പറയണം ആർജിതേ ധൈര്യമായിട്ടിരിക്കും, ഞാനുണ്ട് കൂടെ. ഇപ്പൊ ലൈറ്റ് വരും എന്ന് പറയണ്ടേന് പറയാൻ നീ എലി ഓടുന്ന പോലെ ഓടിപ്പോയി കഴിഞ്ഞാല് തുടക്കത്തിലേ നീ വിശ്വാസക്കേട് കാണിച്ചു. അതെ, നീ ആ കൊച്ചു തന്നെ വിശ്വസിക്കുകയല്ല. ഒരിക്കലും വിശ്വസിക്കില്ല. മറ്റേ ഇശലിന്റെ കാര്യം, ഇശലിനോട് മിണ്ടരുത്. പെൺപിള്ളേർക്ക് ഭയങ്കര കെയറിങ് വേണം. ഞാൻ പറഞ്ഞിട്ടില്ല. കള്ളത്തിനും പറയുന്നു. ഞാൻ പറഞ്ഞിട്ടില്ല. നീ പറഞ്ഞിട്ടുണ്ട്. ഉള്ളത് ഞാൻ സത്യസന്ധമായിട്ട് പറയാറുള്ളൂ. ഈശ്വരനോട് പറഞ്ഞിട്ടില്ലാത്തതായിട്ടാണ് എന്റെ കക്ഷി ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമ്മുടെ കക്ഷി ഇവിടെ പറയുന്നത് പറഞ്ഞിട്ടുണ്ടെന്നാണ്. ഈശ്വരനോട് പറഞ്ഞില്ലടാ? പറഞ്ഞിട്ടുണ്ട്. അമ്മയ്ക്കിന്റെ അടുത്ത് മിണ്ടരുതെന്ന് നീ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വൈക്ക് വാ മോനെ. ഇവൻ പറഞ്ഞിട്ടുണ്ട്. രണ്ടുപേരും ചക്കിക്കൊത്തൊരു ചങ്കരം. രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണ്. അതെ, അതാണ് ഈ പൊസസീവ്നെസ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പോരുത് ആണ് താനും. എന്നാലും ആരോടെങ്കിലും മിണ്ടുമ്പോ ഒരു കുശുമ്പോ. പക്ഷേ എടാ പാട്ടല്ലേ നമ്മളിപ്പോ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ ചേച്ചി എന്തോ തെറ്റ് ചെയ്തല്ലേ? ബാക്കി കാര്യങ്ങൾ ഇത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യം എന്താ? നിങ്ങൾ എന്റെ അടുത്ത് മിണ്ടത്തില്ല ഇപ്പൊ. ഇപ്പൊ മിണ്ടിയില്ലേ? ഇപ്പൊ എന്റെ അടുത്ത് മിണ്ടാറില്ല. അമ്മേക്കിനെ കൈയിട്ടോണ്ട് കിടക്കും. ഇപ്പൊ നമ്മളെ മൈൻഡേ ഇല്ല. ഞാൻ തിരിച്ച് മൈൻഡ് ചെയ്യാനും പോയി. അല്ല, നമുക്ക് ഈ പ്രശ്നം ഒന്ന് ജസ്റ്റ് ഒന്ന് സോൾവ് ആക്കിയിട്ട് തുടങ്ങിയാൽ മതി. അല്ലെങ്കിൽ കാണുന്നവർക്ക് ഒരു വിഷമം. കൈ പിടിച്ചിട്ട് പോയാൽ മതി. സോറി. അല്ല അങ്ങനെ പറഞ്ഞാ പോരാ. രണ്ടുപേരും കൈ പിടിച്ചു സോറി. കൈ ഇങ്ങനെ കൊടുക്കടാ. സോറി. നീ ഒഴിവാക്കുന്ന കേട്ടോ. നിന്നെ ഇതാടാ ലൗലി അങ്ങനെ ചെയ്തത്. അങ്ങനല്ല, സോറി. ഫീൽ വേണം. പാവം. ടേക്ക് നമ്പർ 2. ഓക്കേ, ആക്ഷൻ. സോറി. ഇവിടെ പറഞ്ഞില്ലല്ലോ. സോറി. ഏകദേശം. നീ കെട്ടിപ്പിടിച്ചിട്ട് പോക്കോ. അപ്പൊ ഇനി നോ വഴക്ക്. ഇനി വഴക്കുണ്ടാക്കരുത്. ബെസ്റ്റ് ഫ്രണ്ട്സ്. ഓക്കെ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.